നമസ്കാരം. എല്ലാവർക്കും ആനന്ദസായി പട്ടാഴി എന്ന യൂട്യൂബ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ KJ യേശുദാസ് സാർ പാടിയ ചന്ദനലേവ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ എന്ന വളരെ മനോഹരമായ ഒരു ഗാനത്തിന്റെ തബല നോട്ട്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മൾ ഒരുപാട് സിനിമാ ഗാനങ്ങളുടെ തബല നോട്ട്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹിന്ദുസ്ഥാനി തബല നോട്ട്സുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം കാണുക, നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ സോങ്ങിന്റെ ഒറിജിനൽ സ്കെയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശ്രുതി എന്ന് പറയുന്നത് ഡി, 2 ഘട്ട ശ്രുതിക്കാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ താളം എന്ന് പറയുന്നത് തിസ്ര നടയിലാണ് നമുക്ക് ഈ പാട്ട് വായിക്കേണ്ടത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ പാട്ട് ആദ്യം തുടങ്ങുന്ന ഭാഗത്ത് നമുക്ക് തബല വായിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻസ ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് തബലയുടെ നോട്ടും വായിക്കാനുള്ളത്. ആ ഒരു സോങ്ങിന്റെ ലൈൻ എന്ന് പറയുന്നത് ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ എന്ന ലൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ ആ നോട്ട് വായിക്കുന്ന അവിടെ നോക്കി കഴിഞ്ഞാൽ ചന്ദന ലേപ എന്ന ഭാഗത്ത് നമുക്ക് ആദ്യം നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ ആദ്യം വായിക്കുമ്പോൾ ധത തിട്ട് ചന്ദന ധത തിട്ട് എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ധാ തിൻ തിൻ ന ധിൻ ധിൻ ധാ തിൻ തിൻ ന ധിൻ ധിൻ ചന്ദന ചന്ദന ധത തിട്ട് ധാ തിൻ തിൻ ധാ ധിൻ ധിൻ ധാ തിൻ തിൻ ന ധിൻ ധിൻ ധാ തിൻ തിൻ ന ധിൻ ധിൻ എന്നാണ് നമുക്ക് നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ചന്ദന ധത തിട്ട് ധത തിട്ട് ധാ ത തിട്ട് ധാ എന്ന് പറയുമ്പോൾ മിഡിൽ ഫിംഗർ ഉണ്ടാക്കുക. ധാ നെക്സ്റ്റ് ത നെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് ധാ തിൻ തിൻ ന ധിൻ ധിൻ വായിച്ചിട്ട് നെക്സ്റ്റ് തിൻ തിൻ നെക്സ്റ്റ് ന അത് കഴിഞ്ഞിട്ട് ധിൻ ധിൻ ഇൻഡെക്സ് മിഡിൽ ഫിംഗർ ഡഗ ധിൻ ധിൻ ധാ ധിൻ ധാ തിൻ തിൻ ന ധിൻ ധിൻ. നമുക്ക് ഒറിജിനൽ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും ആ ധാ കഴിഞ്ഞിട്ട് അവിടെ വേറൊരു ഇൻസ്ട്രുമെന്റ് ആണ് വരുന്നത്. നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. ധാ തിൻ തിൻ എന്നും കൂടെ ആഡ് ചെയ്യാം. ധാ തിൻ തിൻ ന ധിൻ ധിൻ. അതുപോലെ ധാ തിൻ തിൻ വായിച്ചു കഴിഞ്ഞിട്ട് അവസാനം നമുക്കൊരു തിഹായും കൂടെ വായിച്ചാണ് നിർത്തുന്നത്. ധത്തീന എന്നും കൂടെ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചന്ദൻ ലേവ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ധത്തീന നത്തീന ധത്തീന 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 മിഡിൽ ഫിംഗർ ഡഗ മിഡിൽ ഫിംഗർ ആണ് ഡഗ ധത്തീന ധത്തീന ധ മിഡിൽ ഫിംഗർ ആണ് ഡഗ ധത്തീന ധത്തീന. അപ്പൊ ചന്ദന ധാത്തീന എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ചന്ദന ലേപ എന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണ് ആ ഒരു ഭാഗം വായിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഈ ഫസ്റ്റ് സയൻസ് എൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു തിഹായി വായിക്കുന്നുണ്ട്. അത് നമ്മൾ ധാ തിൻ തിൻ എന്ന് ധാ തിൻ തിൻ ന ധിൻ ധിൻ എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ധാ തിൻ തിൻ വരെ വായിച്ചു കഴിഞ്ഞിട്ട് ധ ധ തിട്ട് ധ എന്നൊരു തിഹായും കൂടെ വായിച്ചാണ് നിർത്തുന്നത്. ധ ധ
തിഹായി വായിച്ചാണ് നമുക്ക് ആ ഫസ്റ്റ് സ്റ്റാൻസ എൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻസ എൻഡ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റാൻസയാണ്. സെക്കൻഡ് സ്റ്റാൻസ നോട്ട് നോക്കുകയാണെങ്കിൽ അടുത്ത സെക്കൻഡ് സ്റ്റാൻസ ലൈൻ എന്ന് പറയുന്നത് ചെങ്കദളി മലർ എന്ന ലൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു നോട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ ചെങ്കദളി ആ മലർ എന്ന ഭാഗത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻസിൽ പഠിച്ച പോലെ തന്നെ ആദ്യം ധ തിട്ട് എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ധ തിൻ തിൻ ന ധിൻ ധിൻ ധ തിൻ തിൻ ന ധിൻ ധിൻ എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് അവസാനം തിഹായി ധ ധ തിട്ട് ധ എന്ന തിഹായും കൂടെ വായിച്ചാണ് അവസാനം നിർത്തുന്നത്. നമ്മൾ ആ ഫസ്റ്റ് സ്റ്റാൻസിൽ പഠിച്ച അതേ സംഗതി തന്നെയാണ് നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയും വായിക്കേണ്ടത്. ധ തിട്ട് ധ തിൻ തിൻ ന ധിൻ. തിഹായി വായിച്ച് നമുക്ക് അവസാനം എൻഡ് ചെയ്യുകയാണ്. അങ്ങനെയാണ് വായിച്ച് നിർത്തുന്നത്. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ നോട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റാൻസ അതേപോലെ തന്നെയാണ് സെക്കൻഡ് സ്റ്റാൻസ. അത് കഴിഞ്ഞ് വരുന്ന തേർഡ് സ്റ്റാൻസ എന്ന് പറയുന്നത് ലൈൻ എന്ന് പറയുന്നത് മല്ലി സായകൻ എന്ന ലൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മല്ലി കഴിഞ്ഞിട്ട് ആ സായകൻ എന്ന ഭാഗത്ത് നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ധ തിട്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ ഫസ്റ്റ് സ്റ്റാൻസ സെക്കൻഡ് സ്റ്റാൻസ സെയിം നോട്ടാണ് തേർഡ് സ്റ്റാൻസയും വരുന്നത്. ധ തിട്ട് ധ ധിൻ ധിൻ ധ ധിൻ ധിൻ ധ ധിൻ ധിൻ ധ ധിൻ ധിൻ ന ധിൻ ധിൻ എന്നേ സെയിം നോട്ട് തന്നെ വായിച്ചിട്ട് അവസാനം നമുക്ക് ധ തിട്ട് ധ എന്ന ആ സെയിം തിഹായി വായിച്ചാണ് നമുക്ക് അവസാനവും എൻഡ് ചെയ്യുന്നത്. ഇത്രയും ഫസ്റ്റ് സ്റ്റാൻസ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡും തേർഡ് സ്റ്റാൻസയും വളരെ ഈസി ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ഇത്രയും ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ടാണ് നമുക്ക് ഈ പാട്ടിൽ വായിക്കാൻ സാധിക്കുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബിഗിനർ ഒരു തബല പഠിക്കുന്ന ഒരു ബിഗിനറിന് പോലും പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മുടെ ചന്ദന ലേവ സുഗന്ധം എന്ന ഈ ഒരു പാട്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോട്ട് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു പുതിയ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.